നോമ്പ് ചിന്തകൾ 6-ാം വ്യാഴം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളുടെ 3-ാം പ്രവചനം നടത്തുകയാണ്. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ യാത്ര അവിടുത്തെ അന്തിമ യാത്രയാണ്. വചനത്തിൽ നാം കാണുന്നു, ഈശോ അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു, അവർ ഭയപ്പെടുകയും ചെയ്തു എന്ന്. ജെറുസലേമിലേക്കുള്ള യാത്ര ഈശോയുടെ കുരിശ് യാത്രയാണ്. കുരിശിൻ്റെ വഴിയിൽ ഈശോ മുമ്പിൽ നടക്കുകയാണ്. ഇത് ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ സമർപ്പണവും ആ ദൈവഹിതത്തിന് ആത്മാർപ്പണം ചെയ്യാനുള്ള ദൃഢനിശ്ചയവുമാണ്. ഈശോ ധൈര്യശാലിയായ നേതാവാണ്. പിന്നിൽ നിന്ന് നയിക്കുന്നവനല്ല, മുന്നിൽ അപകടമുണ്ടെന്നറിഞ്ഞിട്ടും മുന്നിൽ തന്നെ നടക്കുന്നവനാണ്. എന്നാൽ ശിഷ്യന്മാർ വിസ്മയിക്കുകയും ഭയപ്പെടുകയുമാണ്. ഇന്നും ഇത് സത്യമാണ്. കുരിശിലേക്ക് അടുക്കുമ്പോൾ നാമും പലപ്പോഴും ഭയപ്പെടുകയാണ്. എന്നാൽ ഈശോയെ അനുഗമിക്കുക എന്നാൽ കുരിശ് വഹിക്കാൻ തയ്യാറാവുക എന്നാണ്. അപ്പോഴാണ് നാമും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുന്നവരാവുക. ഈ നോമ്പുകാലത്ത് നമുക്കും കുരിശുകളെ ഭയപ്പെടാതെ മിശിഹായെ പിന്തുടരാം. അങ്ങനെ മിശിഹായോടൊപ്പം ഉത്ഥാന മഹത്വം സ്വന്തമാക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.